ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Ankita ഇന്നലെ കണ്ടില്ലേ? Good afternoon. Sorry, ma'am. എന്ത്? ഇന്നലെ കണ്ടില്ലല്ലോ. മാം ഇന്നലെ ഓപ്പണിംഗ് ഡേ അല്ലോ കുഞ്ഞുങ്ങളത്. അപ്പോ ഞാൻ ഇവിടെ കേരളത്തിൽ കൊണ്ട് ചേർത്തു വീട്ടിനടുക്ക സ്കൂൾക്ക്. അപ്പോ അവർക്ക് പുതിയത് അവള് ഒന്നിച്ചിട്ട് വാ പറഞ്ഞു. അങ്ങോട്ട് പോയി മാം. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാനാ പ്രയർ. ആതിര. അതെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം പ്രധാനമായി ഭവിക്കണം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം പ്രധാനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, ആരാണ്? ഞാൻ പറയട്ടെ മാം. ജിസ്ന. ഓക്കെ. Good afternoon, ma'am, and my dear Montessori trainees. I am Jisna. I am thrilled to welcome you all to today's live class. I am very happy to be here today. I learn and grow together. Today, I welcome to your dearest tutor, Ashwini ma'am. Prayer Adira, thought Sabina. Thank you, ma'am. Okay. Then thought of the day. തോട്ട് ആരാണ് പറയുന്നേ? സബിന ആണ് തന്നിരുന്നത് മാം. സജിന. സബിന വന്നിട്ടില്ല, കേറിയിട്ടില്ലെന്ന് അല്ലേ? വേറെ ആരെങ്കിലും തോട്ട് പറയാമോ? ഞാൻ പറയാമോ? ഓക്കെ, ചെയ്യാം. Good afternoon, ma'am. Good afternoon, all. You cannot change your future, but you can change your habits. And surely your habits will change your future. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. APJ അബ്ദുൽ കലാം. താങ്ക് യു മാം.
നമ്മൾ ഇന്നലെ നെഗറ്റിവിസം വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? തിങ്ക് ചെയ്തോ? കൂടുതൽ ആലോചിച്ചോ അതിനെ പറ്റി? ഇന്നലെ എടുത്ത നെഗറ്റിവിസം വരെയുള്ള കാര്യങ്ങള് ആലോചിച്ചായിരുന്നോ? തിങ്ക് ചെയ്തോന്ന്? ചെയ്തിട്ടില്ല? ആരും ചെയ്തില്ല? ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരോ മാം? ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായില്ലായിരുന്നു. എന്താണ്? ഇന്നലെ എന്തെങ്കിലും എടുത്തത് ഒന്ന് പറഞ്ഞോ നിങ്ങൾ? ഷോർട്ടായിട്ട് പറഞ്ഞു തരൂ. ഇന്നലെ എടുത്തത് ഷോർട്ടായി ഒന്ന് പറഞ്ഞു തരുമോ? അതിന് ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ ഉണ്ടായിരുന്നില്ല, അന്ന് സ്കൂളിൽ പോയായിരുന്നു. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞുതരാം, ക്ലാസ് തീരുന്നതിന് ഓക്കെ. മുമ്പായിട്ട് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഞാൻ എടുത്തതാണ്. ഇന്നലെ ഒരുപാട് പേരില്ലായിരുന്നു. ഓപ്പണിംഗ് സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് മക്കളെ കൊണ്ടുവരേണ്ടി വന്നു. അതുകൊണ്ട് ഒരുപാട് പേരില്ലായിരുന്നു. ഒന്ന് ഷോർട്ടായിട്ട് പറയണേ. ഓക്കെ, പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ ആ 10 തുടങ്ങി 12 വരെയുള്ള കാര്യങ്ങൾ ഒന്ന് വായിക്കുക കേട്ടോ. 10 തുടങ്ങി 12 വരെ. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചു അല്ലേ? എന്താണ് സിംപത്തിസം? വാട്ട് ഈസ് മീൻ ബൈ സിംപത്തിസം? എന്താണ് സിംപതി? എന്താണ് സിംപതി? കേട്ടിട്ടുണ്ടാവുമല്ലോ സിംപതി എന്ന വാക്ക്. സഹതാപം അല്ലെങ്കിൽ സഹാനുഭൂതി എന്ന് പറയോ അല്ലെ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആവുന്നത്? സിംപത്തിസം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചുറ്റിനും ഇത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പറഞ്ഞു വരുമ്പോഴായിരിക്കും അതിനെ കുറിച്ച് ചിലപ്പോൾ ആലോചിക്കുന്നത്. അതായത് ചില ആളുകളുണ്ട്, അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളിൽ നിന്ന് എന്താ പറയാ, ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ എന്ത് ചെയ്യാറുണ്ട്? ആളുകളിൽ നിന്ന് അറ്റൻഷൻ പിടിച്ചു വെക്കാറുണ്ട്, അല്ലെങ്കിൽ സിമ്പതി പിടിച്ചു വെക്കാറുണ്ട്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടോ?
ഉണ്ടോ? ഉണ്ട്. ആ, അതായത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റേബിൾ അല്ലായിരിക്കാം, ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവരൊക്കെ അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി അവരുടെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയേണ്ടത് എനിക്ക് പൈസ ഇല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, എനിക്ക് വസ്ത്രം മേടിക്കാനായിട്ട് ക്യാഷ് ഇല്ല, എന്നെ ഒന്ന് സഹായിക്കാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് അവരുടെ ജീവിത പ്രശ്നങ്ങളും മുഴുവൻ പറഞ്ഞിട്ട് മറ്റുള്ളവരിൽ നിന്ന് അറ്റൻഷൻ പിടിച്ചു പറ്റുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റുകയും ചെയ്യുന്ന ഒരു തരം ആളുകളുണ്ട്. ഇവരെന്തിനാ ഇത് ചെയ്യുന്നേ? ഇവരുടെ പ്രശ്നത്തിനെ, അതായത് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നമാണ് ഏറ്റവും വലുതെന്നാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് സിമ്പതി പിടിച്ചു പറ്റി അവരുടെ പ്രോബ്ലംസിനെ ഒരുവിധം പരിഹരിക്കാനായിട്ട് അവർ ശ്രമിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു തരം ഡിഫൻസ് മെക്കാനിസം. നേരെ ഓപ്പോസിറ്റ് ഉണ്ട് മാഡം. സഹതാപം കൊണ്ടുള്ള സ്നേഹം, സഹതാപം ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അത്ര ഒരു സ്നേഹം കിട്ടാത്തവരല്ലാതെങ്കില് സഹതാപം കൊണ്ടുള്ള സ്നേഹം വേണ്ട, സഹതാപം കൊണ്ടുള്ള ഇത് വേണ്ട എനിക്ക് എന്ന് പറയുന്നവരും ഉണ്ട്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിലേ പിന്നെ അവര് ഇങ്ങനെ ഒന്നുമില്ലാണ്ട് പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ആരും ഇല്ലാതെ ഇല്ലവര് എനിക്ക് സഹതാപം കൊണ്ടുള്ള സ്നേഹം വേണ്ട, സഹതാപം കൊണ്ട് എന്നെ ആരും ഒന്നും സഹായിക്കണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ചില വ്യക്തികളുണ്ട് അവരുടെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവരുമായിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യില്ല. നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകളെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ആളുകളോടായിരിക്കും പറയാം. അത് അവരുടെ മനസ്സിന്റെ വിഷമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളവർക്ക് സിമ്പതിസം ഉള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇത് കാണുന്ന ആളുകളോട് എല്ലാവരും ഇവര് ഷെയർ ചെയ്യും. എന്റെ പ്രശ്നം ഇതാണ്, എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, ഞാൻ ആരുമില്ലാത്ത ഒരു ഓഫണാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും കാണുന്ന ആളുകളോടും, അതുപോലെ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ആളുകളോടും ഷെയർ ചെയ്ത് അവരുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ സിമ്പതി പിടിച്ചു പറ്റുന്നതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കാം? ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. ബെനിഫിറ്റ് ഉണ്ടാകാം അല്ലെ? എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ മാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ പേര് സായിരാജ് എന്നാണ്. +2 എന്റെ കൂടെ പഠിച്ചതാ. എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞിട്ട് ആ സമയത്ത് കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ കോണ്ടാക്ട് ചെയ്യില്ല. പിന്നെ ഞാൻ മാരേജ് കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് സെറ്റിൽ ആയതിനു ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു. ഇതുവരെ ഒന്നും അന്വേഷിക്കാത്ത ഒരാളാണ്. എന്നിട്ട് എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ മുത്തശ്ശി ഇങ്ങനെ മരിച്ചു, ഇങ്ങനെ പ്രശ്നമാണ് വീട്ടിലൊക്കെ, എനിക്ക് കുറച്ച് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ട്, അപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ എന്നെ ഇമോഷണലി അങ്ങനെ ആക്കി. എന്നിട്ട് എന്നോട് എനിക്കൊരു 10,000 അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ മുത്തശ്ശി മരിച്ച കരഞ്ഞിട്ടൊക്കെ പറയുന്നേ. എന്നിട്ട് ഞാൻ അയച്ചു കൊടുത്തു, അപ്പൊ തന്നെ അയച്ചു കൊടുത്തു. പിന്നെ ഞാനൊരു 1-2 months കഴിഞ്ഞതിന് ശേഷം എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അർജുൻ എന്ന് പറഞ്ഞിട്ട്, എന്റെയും ഗ്യാങ്ങിലുള്ള ഒരു കുട്ടിയാ. അപ്പൊ അവനെ ഞാൻ ഇവിടുന്ന് കണ്ടു. അപ്പൊ അവൻ പറഞ്ഞു അവന്റെ മുത്തശ്ശി ഒന്നും മരിച്ചിട്ടില്ല, എന്നെ വെറുതെ പറ്റിച്ചതാ. എന്താ തോന്നിയതപ്പോ? എന്താ ഒരു മനസ്സിൽ എന്താ തോന്നിയത് കേട്ടപ്പോ? മനസ്സിൽ ഇങ്ങനെ എന്താ അവനെ കിട്ടിയാ ഇപ്പൊ ഒന്ന് കൊടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. എന്നിട്ട് പിന്നീട് ഇത് ഞാനിങ്ങനെ വിചാരിച്ചു, പൈസ തിരിച്ചു ചോദിക്കാ, എന്തായി, അല്ലെങ്കിൽ മുത്തശ്ശി എന്താ പറയാ മരിച്ചിട്ട് പിന്നെ എന്താണ് ബാക്കി എന്താ അവസ്ഥ എന്നൊക്കെ ചോദിക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു മതി, അത് വിട്ടേ, ഇത് ചോദിക്കണ്ട, അവിടെ നിന്നോട്ടെ, ഇനിയിപ്പോ മെസ്സേജ് അയച്ച റിപ്ലൈ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചില്ല. പിന്നെ മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ, പിന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, ഇടയ്ക്കൊരു ഹായ് ഒക്കെ അയക്കും ഇൻസ്റ്റഗ്രാമില്. വാട്സപ്പിലൊക്കെ ബ്ലോക്കാണ്, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു. അതുകൊണ്ട് ഇപ്പൊ ഞാന് കോളേജിന്റെയും സ്കൂളിന്റെയും ഗ്രൂപ്പിൽ പോലും ഇൻവോൾവ് ആവാറില്ല. കാരണം എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. അവിടെ എന്റെ ഫ്രണ്ട്സ് വേറെയും കുറച്ച് കുട്ടികളുണ്ട്, അവരോടും ഈ പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പിന്നീട് അറിയുന്നേ. ഇങ്ങനെ ഓരോ റീസൺ പറഞ്ഞ്
ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒന്ന് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ട് ഇവരെ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അവർക്ക് പ്രയോറിറ്റി കൊടുക്കും. കാരണം അവർക്ക് ഒന്നും ഇല്ലാത്തതാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നമ്മളെ ആകുന്ന വിധം നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന വിധം നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇപ്പോ നമ്മളായിട്ട് ഇപ്പോ വേറൊരാളെ കണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവര് മുഖേന എന്തെങ്കിലും സഹായം കിട്ടിക്കോട്ടെ എന്ന് വരെ നമ്മൾ വിചാരിക്കും. അങ്ങനെയുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാള് ഇങ്ങനെ സിമ്പത്തിസം പിടിച്ചു വെക്കുന്ന ഒരാളാണെങ്കിൽ ആ ആളെ എല്ലാത്തിലും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കും, എല്ലാത്തിലും അവർക്ക് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഈ സിമ്പത്തിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് ആദ്യം ഒന്നും മനസ്സിലായെന്ന് വരില്ല, അതൊരു പ്രത്യേകതയാണ് കേട്ടോ. ഈ ഒരു സിമ്പത്തിസം ഉള്ള ആളുകൾ ആദ്യം നമുക്ക് പെട്ടെന്ന് പിടികിട്ടിന്ന് വരില്ല. കാരണം നമ്മള് മനുഷ്യരാണ്, നമ്മുടെ മനസ്സും ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോ മറ്റൊരാളുടെ വിഷമം പറയുമ്പോൾ നമ്മൾ എന്താകും, അതിനകത്ത് അലിഞ്ഞു പോകും അല്ലെ. അങ്ങനെയാണ് നമ്മുടെ നേച്ചർ. അത് കഴിഞ്ഞ് നമ്മൾ തുടരെ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുറച്ച് ഓവർ അല്ലേ എന്ന് നമുക്ക് ചിന്തിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്താണ്? ഞാനൊരു എക്സ്പീരിയൻസ് പറയട്ടെ. പറഞ്ഞോളൂ ആര്യ. എന്റെ മോളുടെ ഫസ്റ്റ് ഡെലിവറി സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ എന്റെ ബെഡിനോട് ചേർന്നൊരു ചേച്ചി ഉണ്ടായിരുന്നേ. ആ ചേച്ചി വൈകല്യമുള്ള ഒരു കൈക്ക് സ്വാധീനം കുറവുള്ള ചേച്ചിയായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ മാം പറഞ്ഞതുപോലെ എനിക്ക് വയ്യ, എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കുഞ്ഞിന് വൈകല്യം വല്ലതും വരുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ, വിഷമം, അങ്ങനെ വിഷമം പറഞ്ഞ് നമ്മളെയും കൂടെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ആ ചേച്ചി. പിന്നെ കുറച്ച് ദിവസം, ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ ചേച്ചിയുടെ ഫ്രണ്ട്സ് വരുമ്പോഴും ഹസ്ബൻഡ് വരുമ്പോഴും അമ്മ എല്ലാവരെ കൊണ്ടും എനിക്ക് കൈ വയ്യ, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് എല്ലാം ചെയ്യിപ്പിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ തല വരെ ചീകി കെട്ടിക്കൊടുക്കും എന്നുവെച്ചാൽ ചേച്ചിയെ കൊണ്ട് പറ്റുവേ, ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും നഴ്സുമാർ പിറകെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് മെഡിസിൻ തരുമോ, ORS ഒക്കെ വാങ്ങിച്ച് അധികം ഇങ്ങനെ കുഞ്ഞിന് വളർച്ചക്കുറവാണ്, എനിക്ക് ക്ഷീണമാണ്. പിന്നെ നമുക്ക് ഈ കുഞ്ഞിന് വളർച്ചക്കുറവ്, വെയിറ്റ് ഒക്കെ കുറയുമ്പോഴത്തേക്കും നമുക്ക് പൊടി പോലത്തതൊക്കെ കലക്കി കുടിക്കാനൊക്കെ തരുമല്ലോ, കുഞ്ഞിന് വെയിറ്റ് വയ്ക്കാനൊക്കെ. അതൊക്കെ സിസ്റ്റർമാർ പിറകെ നടന്ന് ഇങ്ങനെ ചോദിക്കും, എന്റെ കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, എനിക്ക് വയ്യാത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിറകെ നിൽക്കും. 2-3 ദിവസമൊക്കെ ആയപ്പോ സിസ്റ്റർമാർ പിന്നെ മൈൻഡ് ചെയ്യില്ല. എന്നുവെച്ചാൽ ചേച്ചി അങ്ങനെയാണ്, ചുമ്മാ പിന്നെ പിറകെ നടന്ന് ശല്യം ചെയ്യും, എനിക്ക് വയ്യ, എന്റെ കുഞ്ഞും അങ്ങനെ ആയിപ്പോവും എന്ന് പറഞ്ഞ് നമ്മളെ ഇമോഷണൽ ആയിട്ട് നമ്മളിങ്ങനെ വിഷമിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിയും, എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റൂല, എനിക്ക് ഷുഗർ ആണ്, നീ കഴിക്കല്ലേ എന്നൊക്കെ പറയും, നമ്മളെയും കൂടെ അതായിട്ട്. പക്ഷെ ചേച്ചി സത്യത്തില് ചേച്ചി ബാങ്കിൽ ജോലിയുണ്ട് ചേച്ചിക്ക്. പക്ഷെ അതൊന്നും ലാസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, എനിക്ക് ബാങ്കിൽ ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്. പക്ഷെ ആരെ കണ്ടാലും എനിക്കിങ്ങനെ വൈകല്യമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ ഇതാക്കിയിട്ട് നമ്മളെ നിന്നെല്ലാം ഞാൻ ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്താലും ചേച്ചിക്ക് ഭയങ്കര. അപ്പൊ ആ ചേച്ചിയുടെ അമ്മ പറയുന്നതെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഇങ്ങനെ വൈകല്യം ആയതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ്, ചേച്ചി ഇങ്ങനത്തെ സ്വഭാവമാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നും അല്ലേ, ചേച്ചി ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അങ്ങനെ നമ്മളെ മൈൻഡിൽ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുമായിരുന്നു അന്ന് ആ ചേച്ചി. പക്ഷെ കുഞ്ഞ് വന്നതിന് ശേഷം ആ ചേച്ചി കുഞ്ഞിന്റെ കാര്യങ്ങൾ നമുക്ക് തന്നെ അതിശയം തോന്നി. ചേച്ചി എപ്പോഴും ഇങ്ങനെ കിടക്കുക, പക്ഷെ കുഞ്ഞ് വന്നതിന് ശേഷം കുഞ്ഞിനെ എടുക്കും, കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പൊ ചേച്ചിയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറി, സ്വന്തമായിട്ട് കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോ ആളെ വേറെ, പിന്നെ ആരും മൈൻഡ് ചെയ്യൂലേ. അത് ഒരു ഇതാണ് എന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു നടന്നിട്ട് സിസ്റ്റർമാരെടുത്തായാലും ഡോക്ടർമാരെടുത്തായാലും പറഞ്ഞൊരു ഞാൻ പറഞ്ഞ ഒരു സിമ്പതി പഠിച്ചു പറ്റുന്ന ഒരു ഇതായിരുന്നു, ആ ഒരു ക്യാരക്ടറായിരുന്നു ആ ചേച്ചി. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് എന്താ പറയാ, നമുക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് സിമ്പത്തിസം ഒക്കെ. അപ്പോ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആരോടെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാം, അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യുന്നത്. പക്ഷെ കാണുന്ന എല്ലാവരോടും ഇതേ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാല് അതത്ര നല്ലൊരു രീതിയല്ല. കാരണം എത്ര ദാരിദ്ര്യത്തില് നമ്മുടെ ചുറ്റുവട്ടത്ത് ഏകദേശം ആൾക്കാരുണ്ട് മേഡം ഇങ്ങനെ സിമ്പതി പിടിച്ചു പറ്റും. നമ്മളിവിടെ എന്റെ വീട്ടിന്റെ അടുത്തുണ്ട് ഒരു ചേച്ചി, എല്ലാ സിമ്പതി എനിക്ക് പിന്നെ ആരുമില്ല ചേച്ചിക്ക്, മക്കളെല്ലാരും ഉണ്ടായിരുന്നു, ഭർത്താവ് മരിച്ചു,
മക്കളും മരിച്ചു. ഇപ്പൊ എപ്പോഴും എല്ലാരോടും പിന്നെ എനിക്ക് ആരും ഇല്ല, എനിക്ക് എല്ലാം കടാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ അവിടുന്ന് ഇവിടുന്ന് വാങ്ങി ഇപ്പൊ അവര് തന്നെ കടാക്കുന്നത്. ഒരു സ്ഥലത്തുനിന്ന് വാങ്ങി അടുത്ത സ്ഥലത്ത് ആ കടം കൊടുക്കും. പിന്നെ അവര് ഭയങ്കര ലാവിഷായിട്ട് ജീവിക്കും. പിന്നെ ഇപ്പൊ അല്ല അത് വെറും സിമ്പതിക്ക് വേണ്ടിട്ട് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ആ ചേച്ചിന് ഇപ്പൊ ആരും അങ്ങനെ മൈൻഡ് ആക്കലേ ഇല്ല. ഇങ്ങനെ സിമ്പതി പിടിച്ചു വാങ്ങി ലാസ്റ്റ് ഇങ്ങനെ കുഴിയിൽ വീഴുന്നവരും ഉണ്ട്. വെറുതെ ആവശ്യമില്ലാണ്ട് പറയുന്നത് എനിക്കതില്ല ഇതില്ല. പക്ഷെ അവര് ലാവിഷായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളിപ്പോ എത്ര താഴ്ന്ന സ്ഥിതിയിൽ ജീവിച്ചാലും നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ടാലന്റ് കൊണ്ട് അല്ലെങ്കിൽ സ്കില്ല് കൊണ്ടൊക്കെയാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹതാപം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതിപ്പോ നമ്മുടെ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൽ നിന്നാണെങ്കിലും എപ്പോഴും നമുക്ക് അവരിൽ നിന്ന് സഹായം മേടിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റുമോ? അതിനെന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്? ഒരിക്കലും ഇല്ല അല്ലെ. അതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു കണ്ടെത്തി കഴിഞ്ഞ് നമ്മൾ സ്വയം ജീവിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോ ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റി ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പതിസ് എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസവുമായിട്ട് നമുക്കതിനെ റിലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അവരുടെ ഇത് എന്താ പറയാ, അവരുടേതായിട്ടുള്ള അവർക്ക് കുറവുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അവരെ തന്നെ അന്വേഷണം പിടിച്ചു കിട്ടുന്ന ഒരു കൂട്ടം ആളുകളാണ് കേട്ടോ അത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പതിസം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, തന്നെ അടുത്ത് വരുന്നത് വിഡ്രോവൽ ആണ് കേട്ടോ. വിഡ്രോവൽ നമുക്ക് നോക്കാം. Some people are prone to withdraw from the situation in which they experience difficulty. If they refuse to face their problems, there is no danger or of failure in connection with them. അതായത് വിഡ്രോവൽ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോവാം. അത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് വിഡ്രോവൽ. ഓക്കെ, പിൻവലിയുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, പിൻവാങ്ങുക, അതാണ് അതിന്റെ കറക്റ്റ് മലയാളം മീനിങ് വരിക. അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടാകാം. മനുഷ്യനായാല് പല സാഹചര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറിപ്പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? വിഡ്രോവൽ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മള് എന്താ പറയാ, തീരെ അവശരായിട്ടുള്ള രോഗികൾ അല്ലെങ്കിൽ ഗുരുതരമായിട്ട് അതായത് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചില പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഹോസ്പിറ്റലിൽ അവരെ കാണാനായിട്ട് പോകില്ലേ? പോകില്ലയോ? പോകും അല്ലെ. എന്നാൽ വിഡ്രോവൽ ഡിഫൻസ് മെക്കാനിസം ഉള്ള ആളുകള് അവരെ കാണാനായിട്ട് പോകില്ല. എന്തുകൊണ്ടാണ് അവരെ കാണാനായിട്ട് പോവാത്തത്? എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വരുമോ എന്നത് തോന്നലുകൊണ്ടാകാം. അതുകൊണ്ടാണ്. അതായത് ആ രോഗിയുടെ ആ സിറ്റുവേഷൻ കാണാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത്തരം സാഹചര്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് കാണാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആവാനും താല്പര്യമില്ലാത്ത ചില ആളുകളുണ്ട്. കാരണം അവർക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ചില വ്യക്തികളുണ്ട് മരിച്ച ആളെ കാണാനായിട്ട് പോകില്ല, ഡെഡ് ബോഡീസ് കാണാനായിട്ട് പോകില്ല. ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടിയും
അദ്ദേഹം മരിച്ചു കഴിഞ്ഞാല് നമുക്കറിയാലോ, ഒരാള് മരിച്ചു കഴിഞ്ഞ് അയാള് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് അയാളെ ദഹിപ്പിക്കുന്നതിന് മുമ്പായിട്ടാണ് അല്ലെ. അപ്പൊ ഇതുവരെ അതിപ്പോ എത്ര വലിയ വലിയ തെറ്റുകൾ ചെയ്ത ആളായിക്കോട്ടെ, ഏത് തരം ആളുകളായിക്കോട്ടെ, അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്ത തെറ്റുകൾക്കോ ശരികൾക്കോ ഒന്നും നമ്മൾക്ക് അവിടെ എത്തില്ല. കാരണം ആ മനുഷ്യൻ എന്ന് പറയുന്നത് ലോകത്ത് നിന്ന് വിടവാങ്ങുകയാണ്. പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ എല്ലാവരും മരിക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയെ വന്ന് കാണുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികൾ, ഈ വിഡ്രോവൽ ഡിഫൻസ് മെക്കാനിസം ഉള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാല് ഈ ഡെഡ് ബോഡീസ് കാണാനായിട്ട് ചില ആളുകളുണ്ട്. കാരണം അത് താങ്ങാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് അവർക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റില്ല. കാരണം അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ചിലപ്പോൾ പറ്റിയിട്ട് വരില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണിത് വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം കേട്ടോ. ഒന്നും കൂടി ഞാൻ പറയാം, ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറിപ്പോകുന്ന ഒരു തരം മെക്കാനിസം ആണിത് വിഡ്രോവൽ ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിൽ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് മിസ്. ഞാനും ഉണ്ട് മിസ്. ഞാൻ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ മാറി മാറി വന്നുണ്ട്. പേടിയോ ഭയവാ ഉള്ളില്. എനിക്കിപ്പോഴും പോകാൻ മടിയാണ് മിസ്. മനസ്സിൽ നിന്ന് പിന്നെ പോവുമല്ലോ, അതുകൊണ്ട് ഞാനും പോകത്തില്ല കഴിവതും. പോവില്ല, ചോദിക്കില്ല. അപ്പൊ ഫാമിലിയിലുള്ള ആരൊക്കെ ചോദിക്കില്ല? ഫാമിലി അടുത്ത ബന്ധത്തിലുള്ളത് പോകും, എന്നാലും കുറച്ച് ഇതായിട്ടുള്ളത് ഞാൻ കഴിവതും പോകത്തില്ല. പോകത്തില്ല അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പോവാനായിട്ടൊരു ബുദ്ധിമുട്ട്? പോയിട്ട് ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? പോയിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണോ പിന്നെ പോവാത്തെ? എന്താണ്? പിന്നെ അത് മനസ്സിൽ നിന്ന് മാറില്ല. മാറില്ല അല്ലെ? അത് ടിവിയിൽ എന്തെങ്കിലും എങ്ങനെ മരിക്കുന്നതൊക്കെ കണ്ടാലും ഞാൻ നോക്കുകയില്ല. കുഞ്ഞു പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന അങ്ങനെ ടിവിയിലൊക്കെ കണ്ടാലും ഞാൻ വേഗം മാറ്റും. അല്ലെ? അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് കേട്ടോ. നമ്മുടെ മനസ്സിനെ എന്താ പറയാ, നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുക, ഡെഡ് ബോഡി കാണുക, പിന്നെ ഒരാള് എമർജൻസി ആയിട്ട് കിടക്കുന്നത് കാണുക. ഇപ്പൊ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ സൂക്ഷിച്ച് അങ്ങനെയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഭാഗത്ത് നിന്ന് തിരിഞ്ഞാണ് നിൽക്കുക അല്ലെ? അത് നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. ദാറ്റ് ഈസ് വിഡ്രോവൽ. എനിക്ക് നേരെ തിരിച്ചാ മാം. തിരിച്ചാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായി ഈ മഴയൊക്കെ വരുമ്പോ. അന്നത്തെ ആ ഇഷ്യൂ ഇല്ലേ, വയനാട് ആ ഉരുൾപൊട്ടലിന്റെ ഒക്കെ ന്യൂസ് ഒക്കെ കേട്ടിട്ട് എനിക്ക് രാത്രിയൊന്നും ഉറക്കമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാന് കാണണ്ടെന്ന് വിചാരിച്ച് നടന്നാലും ഞാൻ ലാസ്റ്റ് ചെന്ന് അത് കണ്ടിട്ട് കാണും. ന്യൂസ് കണ്ടില്ലേ ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് ചെന്ന് പത്രമെങ്കിലും എടുത്ത് നോക്കി ആ ന്യൂസ് തന്നെ എനിക്ക് അറിയാമേ. എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മ, എന്റെ അമ്മയ്ക്ക് എന്നെ വഴക്ക് പറയും, നീ അത് തേടി പിടിച്ച് നോക്കുന്ന എന്തിനാ? എനിക്ക് എന്തെങ്കിലും ന്യൂസ് അറിഞ്ഞാൽ പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഭയങ്കര ടെൻഷനാണ്, പേടിയാണ്, ഉറക്കമൊക്കെ കുറവാണ് ആ സമയത്ത്. ഇപ്പൊ മഴ തുടങ്ങിയില്ലേ, കഴിഞ്ഞ ആഴ്ച ഫുള്ള് മഴയല്ലേ. മ്യൂട്ട് ചെയ്യാമോ? കേൾക്കാൻ പറ്റുന്നില്ല. ഭയങ്കര മഴ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഇനി ഉരുൾപൊട്ടൽ വരും, എവിടെയെങ്കിലും ഉരുൾപൊട്ടുമോ, വെള്ളം കയറുമോന്നൊക്കെ. പക്ഷെ എന്നാലും കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേ, ഈ മഴ വരുന്ന സമയത്തൊന്നും ന്യൂസ് ഒന്നും കാണരുത്, ഫോണൊന്നും എടുക്കരുതെന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ആ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടെങ്കിലും ഞാൻ ഓടി ഒന്ന് ന്യൂസ് കാണും. ആ ഇന്ത്യ പാക് യുദ്ധ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാൽ ഈ ന്യൂസ് ഒന്നും കാണാതിരിക്കുകയോ പത്രം വായിക്കാതിരിക്കുകയോ ചെയ്താൽ പകുതിയൊക്കെ കുറയുമെന്ന് എന്നെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ ചെന്നത് കണ്ടുപോകും. അതെന്താന്നോ അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്ന് ഞാൻ ആലോചിക്കും. രാത്രി ആ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഞാൻ ഉറങ്ങുമ്പോൾ 2 മണിയൊക്കെ ആവും. ഇടയ്ക്ക് ഉണർന്നാ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും അവിടെയുള്ള കുഞ്ഞുങ്ങൾ. ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് ആഴത്തിൽ ആലോചിക്കും. എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ അവിടുത്തെ കുഞ്ഞുങ്ങളെ റിലേറ്റ് ചെയ്ത് ആലോചിക്കും. മക്കളെ ചിരിയൊക്കെ കാണുമ്പോൾ ഇതേപോലെയല്ലേ അവിടുത്തെ മക്കളും, അവര് ഫുഡ് കഴിക്കുവോ, അവര് എന്താ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. അപ്പൊ എനിക്ക് സങ്കടം വരും.
ഞാൻ സങ്കടം വരുമെന്നല്ല, ഞാൻ കരയും, ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കരയും. അല്ലെങ്കിൽ പിന്നെ സങ്കടം പറഞ്ഞ് കരയും. പക്ഷെ അത് അപ്പൊ ഞാൻ ഇങ്ങനെ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ ഞാനായിട്ട് മാറ്റിയാലേ പറ്റൂ, അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പത്രം നോക്കിയില്ലെങ്കിൽ ന്യൂസ് കാണും, ന്യൂസ് TV കാണാൻ പോയില്ലെങ്കിൽ ഫോൺ എടുത്തു വയ്ക്കും, ഫോണിൽ ന്യൂസ് വരുന്നത് അത്രയും ഞാൻ അപ്പോഴോ ഞാൻ അതിനെ നോക്കും. അതെന്താ അങ്ങനെ. ഇനി കുറെ പേർക്ക് അപകടം പറ്റിയെന്ന് പറയുന്നെങ്കിൽ ഞാൻ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെന്ന് നോക്കും, ആ 10 പേർക്ക് ഇനി വല്ലതും പറ്റിപ്പോയോ, മരിച്ചോ, അല്ലെങ്കിൽ അവിടെ ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും. ഞാനായിട്ട് പറ്റുന്നതാണ്, എനിക്ക് തന്നെ അറിയാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. മക്കൾ ആ ഉരുൾപൊട്ടൽ സമയത്ത് എന്റെ കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ കരയുമായിരുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചെന്ന് കേൾക്കുമ്പോൾ എന്റെ മക്കൾ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ കരയുമായിരുന്നു. അതേപോലെയല്ലേ ആ കുഞ്ഞുങ്ങള്, പിന്നെ അമ്മമാരൊക്കെ മരിച്ചത് ഒക്കെ ആലോചിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അനാഥരായില്ലേ. ഞാൻ ഇങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ ചിരിക്കുകയും ഫുഡ് കഴിക്കുമ്പോഴും അവർ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ വരെ എനിക്ക് സങ്കടമാണ്, ഞാൻ കരയുമായിരുന്നു. പിന്നെ ഈ വൈകിട്ടൊക്കെ ആവുമ്പോൾ, സന്ധ്യ ആവുമ്പോൾ, ഇരുട്ട് വീഴുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറ്റമായി. പക്ഷെ എന്നാലും ഇപ്പോൾ മഴക്കാറ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്, ഞാൻ പെട്ടെന്ന് അത് ആലോചിക്കും. എന്നാല് ന്യൂസ് കാണാതിരിക്കും. ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് വരെ ഞാൻ ഫോണിൽ നോക്കുന്ന ആളാണ് ഞാൻ. അത് എനിക്ക് അതിനെ മാറൂലായിരിക്കും, ഞാൻ ശ്രമിച്ചാലേ മാറുള്ളായിരിക്കും, അല്ലാതെ ആരും ഒന്നും ചെയ്യുന്നതല്ലല്ലോ. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകുന്നതുകൊണ്ടല്ലേ. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, എന്റെ ക്യാരക്ടർ എനിക്ക് ഈ സ്വഭാവം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്റെ അമ്മയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പതുക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒറ്റയടിക്ക് മാറില്ല, പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ മാം, ഞാൻ ഈ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. ആ ഇന്ത്യ പാക് യുദ്ധം വന്നപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ടെൻഷനാ, കാരണം നമ്മളാണ് ഇതിന്റെ രണ്ടിനും നടുക്ക് നിൽക്കുന്ന ആൾക്കാര്. അപ്പോ ഇതെന്താവും, എങ്ങനെയാവും, ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ ഇന്ത്യക്കാർ വിചാരിച്ചിട്ട് കൂടുതൽ ടെൻഷൻ, പക്ഷെ പാകിസ്ഥാനികളെ കാണുമ്പോൾ അവരെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ. ഞാൻ നിൽക്കുന്ന ഈ അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി പാകിസ്ഥാനിയാ. ആ ബയ്യായിട്ട് ഭയങ്കര കണക്ഷനാ. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊണ്ട് കൊടുക്കും. പുള്ളിക്ക് പ്രോൺസ് ബിരിയാണി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും കൊണ്ട് കൊടുക്കും. നല്ല കണക്ഷനാ, മോനുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷനാ. ആ സമയത്ത് യുദ്ധം സ്റ്റാർട്ട് ചെയ്തപ്പോ പിന്നെ പുള്ളി ഇങ്ങനെ ഒരു ഭയങ്കര ഡള്ളായിട്ട് എപ്പോ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കും, നഖം കടിച്ചിങ്ങനെ ഇരിക്കും, ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ ഞാൻ അറിയില്ലായിരുന്നു പുള്ളി. ഞാൻ ചോദിച്ചു, എന്താ പയ്യ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ, യുദ്ധത്തിന്റെ വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. എന്താ പറഞ്ഞാ, എന്റെ വീട് ഇന്ത്യ പാക് ബോർഡറിലാണ്, അപ്പൊ അവരൊക്കെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു, അവരൊക്കെ വേറെ എവിടെയോ കൊണ്ടുപോയി. മീൻസ് അവർക്ക് അവിടെ ഒരു കറക്റ്റ് ഒരു പ്രോസസ് ഇല്ല. നമ്മളെ പോലെ ഒരു ബോർഡറിലുള്ളവരെ കറക്റ്റ് ആയിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റണം എന്നുള്ള അങ്ങനെ ഇല്ല. അവർ പോണെന്ന് പറഞ്ഞാൽ പോണം, എവിടേക്ക് പോണെന്നോ അതൊന്നും അവർക്ക് ഇല്ല അത്രേ. അപ്പൊ ഫുഡില്ല. എന്നിട്ട് എന്റെ വീട്ടിൽ ആകെ ഉള്ളത് ഒരു ഗണ്ണാ, കാര്യമായിട്ടുള്ളത് ഒരു ഗണ്ണ എന്റെ വീട്ടിലുള്ളത്. അതിപ്പോ അവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരു ഗണ്ണ് വാങ്ങി വെക്കേണ്ട അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന പറഞ്ഞാൽ ഗണ്ണ് കൊണ്ടാവൂല അവർ ഫൈറ്റ് ചെയ്യുന്നത്. അരി ഇല്ലെങ്കിൽ പോലും, ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ എക്യുപ്മെന്റ്, ഒരു ഡിഫൻസിന് നമുക്ക് അത് കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ്. നമ്മളെ റൂൾസും എല്ലാം ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഡെസ്പായിട്ടിരിക്കും. പിന്നെ എനിക്ക് ഈ സമയം എന്താ പറയാ, നമ്മൾ വിൻ ചെയ്യുന്ന പറയുമ്പോൾ നമുക്കൊരു ഹാപ്പി സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പുള്ളീനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ താഴോട്ട് നോക്കി നടക്കും. പുള്ളിക്കും എന്നെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പുള്ളീനെ തീരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ പുള്ളി എന്നോട് ചോദിക്കും, എന്താ നീ ചിരിക്കാത്തേ നോക്കാത്തേ എന്നൊക്കെ. പിന്നീട് ഇതൊക്കെ കുറെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മാറിയോ, വീട്ടിലേക്ക് വന്നോ, തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിച്ചു അവര്. അപ്പൊ പറഞ്ഞു, തിരിച്ചു വന്നു, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഇൻഷാല്ല എല്ലാം നേർക്ക് പോകുന്നുണ്ട്, ഭക്ഷണത്തിന് കുറച്ച് പ്രശ്നമുണ്ട് എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടില്ല, പക്ഷെ കുട്ടികൾക്കൊന്നും സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാനും ഇതേപോലെ ആയിരുന്നു, പുള്ളിയെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യുക, പുള്ളിയെ ഫേസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഓക്കെ എവിടെയാണ് ഷോനിമ, എവിടെയാണ് സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നത്? എവിടെയാണ് ഞാൻ ദുബായില്. ദുബായിലാണ് അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ ഇനി, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം? കുഞ്ഞു പിള്ളേരൊക്കെ അങ്ങനെയല്ലേ മിസ്സേ, മറ്റേ പ്രേത സിനിമയൊക്കെ കാണണ്ടെന്നൊക്കെ പേടിയാണല്ലോ, അവർ ഒളിഞ്ഞെങ്കിലും നോക്കും. സിനിമയൊക്കെ കാണുമ്പോ മോളെപ്പോഴും പേടിയാന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരുന്ന് അവക്കത് കാണാനും വേണം, എന്നാ പേടിയുവാ.
അങ്ങനെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് വിഡ്രോവൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആയി? ഇതിന് ലാസ്റ്റ് വൺ ആണ് കേട്ടോ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം. ഇതിന്റെ ലാസ്റ്റ് വൺ ആണ് ഫാന്റസി ഓർ ഡേ ഡ്രീം. എല്ലാവരും കാണാറുള്ള ഒരു കാര്യമാണ് അല്ലേ? നമുക്കൊന്ന് നോക്കാം എന്താണ് പറയുന്നത്. Daydreaming is a kind of a withdrawal. Many of us start to it when we are face to face with the real problems. Instead of attempting to solve these problems in a realistic manner, we withdraw ourselves into a world of fantasy where we need not face failures, where we succeed in every undertaking of ours. എന്താണ് ഡേ ഡ്രീമിംഗ്? ഫാന്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്? നിങ്ങൾ ഈ കാര്യം ചെയ്യാറുണ്ടോ? പകൽ സ്വപ്നം കാണും. പകൽ സ്വപ്നം കാണാം അല്ലെങ്കിൽ സ്വപ്നം കാണാം. എന്താ സിനു എന്താ പറഞ്ഞേ? അതാണോ പകൽക്കിനാവ് കാണാന്ന് പറയുന്നത്? പകൽക്കിനാവ് കാണാം അല്ലെ? അല്ലെങ്കിൽ ദിവാസ്വപ്നം കാണാന്ന് പറയും നമ്മള്. അപ്പോ എന്താ പറയാ, ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം അല്ലെ? നമ്മൾക്ക് എന്താ പറയാ, പക്ഷെ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരിക്കും അത്, നമ്മൾക്ക് ഇതുവരെ നിറവേറിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ എന്താണോ നമ്മുടെ സ്വപ്നം, ആ ഒരു ഇതില് നമ്മൾ എത്തുന്നത് സ്വപ്നം കാണാറുണ്ട് അല്ലെ? നമുക്ക് എന്ത് വേണമെങ്കിലും. എന്താണ് അത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആരും ഉണ്ടാവില്ല അല്ലെ? അല്ലെ? ഓക്കെ. നമ്മൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് നമ്മൾ ഇരിക്കുന്നത് വരെ നമുക്ക് സ്വപ്നം കാണാനായിട്ട് പറ്റും അല്ലെ? യാതൊരു ചെലവുമില്ല അല്ലെ? പിന്നെന്താണ്, നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അത്രയും കാണാം. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്പേസിൽ പോയി സ്പെൻഡ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? പകൽക്കിനാവ് കാണാം. അങ്ങനത്തെ ആ ഒരു സ്യൂട്ടൊക്കെ ഇട്ട് നമ്മൾ സ്പേസിലൊക്കെ പോകുന്നത്, അതൊക്കെ എന്താണ് എല്ലാവരുടെയും ഡ്രീം ആയിരിക്കില്ലേ? സ്പേസിലൊക്കെ പോവാന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ചെറിയ ചെറിയ സ്വപ്നങ്ങളായിരിക്കും ഉണ്ടാവുക, അതൊക്കെ നമ്മൾ നിറവേറുന്നത്, അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഇഷ്ടപ്പെട്ട ജോലിയിൽ നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്, അതൊക്കെ നമ്മൾക്ക് എന്താണ് നമ്മുടെ ആഗ്രഹങ്ങളാകാം. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പകൽക്കിനാവ് കാണും. നമ്മൾക്ക് ഏത് സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾക്കത് കാണാനായിട്ട് സാധിക്കും അല്ലെ? നമ്മുടെ മനസ്സിലാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് അത് നമ്മളെ കാണിപ്പിക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ളപ്പോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ ഒരു ഇത് നിറവേറി, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്കൊരു മോണ്ടിസോറി ടീച്ചറായിട്ട് ഒരു വലിയ സ്കൂളില്, ഓക്കെ, വിദേശത്തുള്ള ഒരു വലിയ സ്കൂളിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, നല്ല പാക്കേജ് ആണ്, ഹൈ സാലറി ഉണ്ട്, എല്ലാവിധ ബെനിഫിറ്റ്സും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ പൊസിഷനിൽ ഇരിക്കുന്നത് നിങ്ങൾക്കൊന്ന് സ്വപ്നം കണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാം അല്ലെ? നമുക്ക് കിട്ടാത്ത കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, നമുക്ക് പകൽക്കിനാവ് അല്ലെങ്കിൽ പകൽ സ്വപ്നം കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇതെന്താണ്, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് കേട്ടോ. ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്, എന്തെങ്കിലും ഈ ഒരു സ്വപ്നം സാക്ഷാത്കാരമാകും, അല്ലെങ്കിൽ നമ്മൾക്ക് ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എന്താ പറയാ ആഗ്രഹത്തോടെയാണ് നമ്മൾ ആ ഡേ ഡ്രീം കാണുന്നത്. എന്തെങ്കിലും ഒരിക്കൽ നമ്മളെ ആ ഒരു ഇതിൽ എത്തിക്കും. ആ ഒരു ഈ ഒരു ഡേ ഡ്രീം ഡിഫൻസ് മെക്കാനിസം മാത്രമല്ല കേട്ടോ, അത് നമ്മളെ നമ്മുടെ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഇത് കൂടിയാണ് എന്ത്, ഈ ഒരു ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് വല്ലപ്പോഴും ഒരിക്കലല്ല കാണേണ്ടത്, എപ്പോഴും കാണണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ ആഗ്രഹം, അത് നിങ്ങളെ എന്താ പറയാ എല്ലായ്പ്പോഴും ഓൾവേസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ മനസ്സിൽ അത് കണ്ടുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ അത് റിയാലിറ്റിയിലേക്ക് വരിക, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുക. ആ ഒരു പ്രത്യേകതയെ കൊണ്ടിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം തോന്നി, അല്ലെങ്കിൽ എനിക്ക് അതാകണം അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു പൊസിഷനിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആകാനാണ് ആഗ്രഹമെങ്കിൽ അത് വല്ലപ്പോഴും ഇതിൽ കണ്ടിട്ട് കാര്യമില്ല, മറിച്ച് എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നാലാണ് ആ ഒരു പൊസിഷനിൽ എത്തുക. ഓക്കെ, അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഡേ ഡ്രീം കണ്ടുകൊണ്ട് സക്സസ് ആയിട്ടുള്ളവർ ധാരാളം ഉണ്ട്. ഞാൻ എങ്ങനെയാണ് മെസ്സേജ് ചെയ്യാറുണ്ട്. എന്താ ചെയ്യാറ് സിനു? എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കും, ഡയറിയിൽ എഴുതിയിട്ട്
എഴുതിയിട്ട് അത് നടന്നു കഴിഞ്ഞതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നടന്നതാണ്. എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു 2 വീലർ പിന്നെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാനത് എഴുതി വെച്ച് ഞാനത് പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങി എല്ലാം നടന്ന് അങ്ങനെ പല കാര്യങ്ങളും ഒരുവിധം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നടക്കല്. അത് നടന്ന് കഴിഞ്ഞതായിട്ട് ഞാൻ സങ്കല്പിച്ച് അങ്ങനെ നടക്കും. അപ്പൊ ഓരോരോ വഴികൾ ഇങ്ങനെ തുറന്നു വരും. ശരിയാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഡേ ഡ്രീം കാണുന്ന ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ ഒരു ഡേ ഡ്രീം ചെയ്തിരുന്നത് പഠിച്ചു കഴിഞ്ഞൊരു ടീച്ചർ ആവുക എന്നുള്ളതാണ് ഞാൻ. ടീച്ചർ ആവാന്നുള്ളതാണ്. അത് കാണാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് സ്വപ്നം കാണാറുണ്ട് അല്ലേ? കാണാറുണ്ട്. ഓക്കെ. എനിക്ക് കുഞ്ഞിലെ ടീച്ചർ ആകണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞിലെ എന്നാ ചെയ്യും, ഈ ഭിത്തിയിലൊക്കെ ചോക്ക് വെച്ചോ അല്ലെങ്കിൽ കരി വെച്ചോ എഴുതിയിട്ട് ഈ കമ്പനിയും ചെടികളെയൊക്കെ പഠിപ്പിക്കുന്ന പോലെ ഞാൻ തന്നെ ഇമാജിൻ ചെയ്ത് പഠിപ്പിക്കുമായിരുന്നു കുഞ്ഞിലെ. ഓക്കെ. അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം. എങ്ങനെയുണ്ടായിരുന്നു ഈ ചാപ്റ്റർ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായോ? പല കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയോ? റിലേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ? ഇപ്പൊ പറഞ്ഞ ആ 12 പോയിന്റ്സ് ഈടില്ല എല്ലാവർക്കും അന്വയിക്കുന്നെന്ന് വിചാരിക്കാം മാം. എല്ലാരോടും ഇല്ല ഡിഫൻസ് മെക്കാനിസം തന്നെ. അത് വേറെ ഞമ്മ എക്സാമ്പിൾ ആയിട്ട് എടുക്കണമെന്നില്ല. ബട്ട് ആ 12 പോയിന്റ്സ് നമ്മളോട് തന്നെ ഉണ്ടാവും. എന്തായാലും സിമ്പത്തി ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞമ്മ ഇപ്പൊ കുറെ ആള് എല്ലാരൊന്നും പറയൂല, ഈ പ്രോബ്ലം ഇല്ല ആള്, മാരേജിൽ പ്രോബ്ലം ഇല്ല ആൾക്കാർക്ക് സിമ്പത്തി ഉണ്ടാവും. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാര് എന്നെ നോക്കട്ട്, എന്നെ കെയർ ചെയ്യട്ട്, എനക്കും അങ്ങനത്തെ തന്നെ വേറെ പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് അങ്ങനത്തെ തന്നെ ഫാമിലി വേണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഡേ ഡ്രീം സെയിം മാരേജ് ലൈഫ് തന്നെ എടുക്കാം. ഏകദേശം പെൺപിള്ളങ്ങൾക്ക് മാരേജ് ലൈഫിൽ തന്നെ ഉണ്ടാവും മാം ഈ എല്ലാ ഈ ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവും എന്ന് വിചാരിക്കും ഞാൻ. പിന്നെ കല്യാണം കഴിയാതെ കുട്ടികൾക്കായെങ്കിൽ ആ ജോബ് പഠിച്ചിട്ടായും പിന്നെ ജോബ് ആ ഒരു ഡ്രീം ഉണ്ടാവും. ആ ജോബ് കിട്ടിയിട്ടാകുമ്പോക്ക് അതില് എങ്ങനെ വേനിയില്ല ഏകദേശം ആൾക്ക് പൈസന്റെ ചിന്ത ഉണ്ടാവും മാം. സോ ഇതെല്ലാം പോയിന്റ്സ് ഞമ്മക്ക് തന്നെ ഉണ്ടാവും. ഞമ്മ വേറെ ആളെ എക്സാമ്പിൾ ആയിട്ട് എടുക്കണമെന്ന് ഇല്ലാന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ ഷോനിമ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഷോനിമ, എന്താ മാം? നിങ്ങൾ ഞാനെടുത്ത കാര്യങ്ങള് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. കുറെ പേര് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കും കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണോ? ഞാനൊന്ന് ട്രൈ ചെയ്യാം മാം. ട്രൈ ചെയ്യൂ കേട്ടോ. ഇന്നലെ ഇവിടെ തുടങ്ങിയാണ് നമ്മളെടുത്ത് സപ്ലിമേഷൻ തുടങ്ങിയിട്ട് ചാപ്റ്റർ സപ്ലിമേഷൻ തുടങ്ങി നെഗറ്റീവിസം വരെ. ജസ്റ്റ് അത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ മാം. Good afternoon, everyone. In this chapter, we discussed about defense mechanism. Defense mechanism means an unconscious psychological strategy we use to manage stress, anxiety, or emotional distress. എന്നുവെച്ചാൽ മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രത്തെയാണ് അങ്ങനെ തന്നെയല്ലേ മാം? തന്ത്രത്തെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. Here we discussed about 12 defense mechanism. First one, compensation. മാം, ഞാൻ ആ കോമ്പൻസേഷനും റേഷണലൈസേഷനും എടുക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയിരുന്നു.
സപ്ലിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മതി. സപ്ലിമേഷൻ ഇന്നലെ ക്ലാസ്സിൽ കയറാത്ത ആളുകൾക്കാണ് കേട്ടോ. ഓക്കെ സബ്ലിമേഷൻ. ഓക്കെ സബ്ലിമേഷൻ ഞാൻ ജസ്റ്റ് ഇത് റീഡ് ചെയ്യണോ മാം? അല്ല എക്സാമ്പിൾ പറഞ്ഞാൽ മതിയോ? മതി എക്സാമ്പിൾ പറഞ്ഞാൽ മതി. നമ്മള് ഒന്നിന്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് എന്താ പറയാ, മറ്റൊന്നിനെ നമ്മൾ സ്വീകരിക്കുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടികളില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ആൾക്കാര് വേറൊരു കുട്ടിയെ, ഒരു ഫിനാൻഷ്യലി പുറകോട്ടുള്ളൊരു കുട്ടിയെ സ്പോൺസർ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. റിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫെയിലിയറോ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്തു, പക്ഷെ അതിന് നമ്മൾ ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ അങ്ങനെ പറയാം മാം, അപബോധ മനസ്സിലേക്ക് കുഴിച്ചു മൂടുക. മീൻസ് അത് നമുക്ക് നടന്നിട്ടില്ല, നമുക്കതൊന്നും പറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചത്, എൻ്റെ അച്ഛമ്മ, എനിക്ക് പറയുമ്പോൾ തന്നെ എന്തുപോലെയോ സോറി, പുള്ളിക്കാരി മരിച്ചു. അപ്പോൾ ഭയങ്കര കണക്ഷൻ ആയിരുന്നു. അത് എനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഷോണിം, ഓക്കെ ഞാൻ പറഞ്ഞോളാം. ഓക്കെ പറയുന്നത് കേട്ടോ, ഞാൻ ചെയ്തോളാം. ഞാൻ കണ്ടിന്യൂ. സോറി മാം. സാറില്ല ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ നമ്മൾ മനുഷ്യരല്ലേ, ഇതൊക്കെ സാധാരണ ഉണ്ടാവുന്നല്ല, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോ സബ്ലിമേഷൻ എന്താണെന്ന് പറയാം. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒന്നിന്റെ ഇന്നലെ കയറാത്തവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പറയുന്നതാണ് കേട്ടോ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒന്നിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയാ. ഇപ്പോ കുട്ടികളില്ലാത്ത കപ്പിൾസ്, ഓക്കെ, അവർക്ക് കുട്ടികളില്ല, അത് അവരുടെ ഒരു കുറവാണ് അല്ലെ. അപ്പൊ ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് അവര് മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, കുട്ടികളില്ലാത്ത കപ്പിൾസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഓർഫണേജിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികളെ കണ്ട് അവർക്ക് ധാരാളം ചോക്ലേറ്റ്സ് കൊടുത്ത് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, മറ്റൊന്നില്ല, അതായത് ആ ഓർഫണേജിലുള്ള കുട്ടികളെ ആശ്രയിക്കുന്നു. അപ്പൊ അത്തരത്തില് ഇപ്പൊ എന്തെങ്കിലും സാധനം, ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അവരെ സ്നേഹിച്ച് അവരെ താലോലിച്ച്, അപ്പൊ അവരുടെ കുറവ് അവിടെ മറന്നു പോവാണ് അവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സബ്ലിമേഷൻ. ഓക്കെ, ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിപ്രഷൻ എന്താണെന്ന് നോക്കാം. റിപ്രഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൈക്കോളജിയുടെ പിതാവ് അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഫാദർ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, അപ്പൊ ഫ്രോയിഡ് മനസ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ബോധ മനസ്സ്, മറ്റൊന്ന് ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അബോധ മനസ്സ് എന്ന് പറയും നമ്മള്. ഓക്കെ, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തയിനെയാണ് നമ്മൾ ബോധ മനസ്സെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കണ്ടീഷനിൽ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേറ്റസ് ആണിത് ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് നാളത്തേക്ക് ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. കുറെ നാൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ മറന്നു പോകുന്നേ? നമ്മൾ അത് അബോധ മനസ്സിലാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ നമുക്കത് ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രണയത്തിലായിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിരിക്കും അല്ലെ. പക്ഷെ കുറച്ച് നാള് കഴിഞ്ഞ് ആ പ്രണയത്തിലിരിക്കുന്ന, അപ്പൊ അത് മെയിൽ ആകട്ടെ ഫീമെയിൽ ആകട്ടെ, ആർക്കെങ്കിലും ഒരാളെ വേണ്ടെന്ന് തോന്നിയാല് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് തോന്നാം? ഭയങ്കരമായിട്ട് വിഷമം തോന്നാം അല്ലെ. അവൻ എന്നെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവൻ എന്നെ ചതിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം പറയുന്നത്. അപ്പൊ അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാരണം കുറെ നാള് നമ്മൾ ക്ലോസ് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ ആള് നമ്മളെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനത് താങ്ങില്ല. കുറച്ച് നാളത്തേക്ക് പക്ഷെ അത് ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, അവനെ ഇനി ഒരിക്കലും ഓർക്കാനായിട്ട് ഇടവരല്ലേ, അല്ലെങ്കിൽ അവനെ ഒരിക്കലും ഇനി കാണാനായിട്ട് ഇടവരല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ അബോധ മനസ്സിൽ ആ
ആളുടെ മുഖം നമ്മൾ കുഴിച്ചു മൂടും. പിന്നീട് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അധികം ആ വ്യക്തിയെ കുറിച്ച് അധികം ചിന്തകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. കാരണം എന്താ, നമ്മളത് അബോധ മനസ്സിൽ കുഴിച്ചിട്ടു. ഓക്കെ. പിന്നെ ഒരു മരണം നമ്മൾ കണ്ടെന്ന് വിചാരിക്കുക. ആ സ്പോട്ടിലോട്ട് പോവാനായിട്ട് നമ്മൾ ആർക്കൊന്നും അത്ര എന്താ പറയാ താല്പര്യം കാണിക്കില്ല. കാരണം ആ സ്പോട്ടിലോട്ട് പോയി കഴിഞ്ഞാല് ആ ഒരു മരിച്ച ആ ഒരു ആളുടെ മുഖവും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അബോധ മനസ്സിൽ എന്ത് ചെയ്യും, നമ്മളത് കുഴിച്ചു മൂടും. പിന്നീട് നമുക്കത് ഓർമ്മയിൽ വരില്ല. ദാറ്റ് ഈസ് റിപ്രഷൻ. ഓക്കെ. അതുപോലെ തന്നെ അടുത്തതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾക്ക് മുമ്പ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അത് കിട്ടുന്നില്ല. എന്നാൽ ആ മുമ്പ് ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. ഇത് നമുക്ക് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഡിഫൻസ് മെക്കാനിസം ആണ്. ഇപ്പൊ 2 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾക്ക് 10 വയസ്സാണ്, രണ്ടാമത്തെ ആൾക്ക് ജനിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ 10 വയസ്സ് വരെ ഒറ്റ കുട്ടിയായിരുന്നു ആ പാരന്റ്സിന്. അപ്പൊ എല്ലാ സ്നേഹവും എല്ലാ കരുതലും എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് മാത്രമാണ് കൊടുത്തിരുന്നത്. പെട്ടെന്നൊരു ദിവസം രണ്ടാമത്തെ കുട്ടി വരും. രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ ചിലപ്പോൾ മൂത്ത കുട്ടിയെ അത്രമാത്രം ശ്രദ്ധിച്ചെന്ന് വരില്ല, അല്ലെ? കാരണം ഇളയ കുട്ടിക്ക് കുറച്ചും കൂടി കരുതലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ. അങ്ങനെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ മൂത്ത കുട്ടിക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും. ചിലപ്പോൾ അവനത് പുറത്ത് പ്രകടിപ്പിച്ചെന്ന് വരില്ല. ചില കുട്ടികള് അത് പ്രകടിപ്പിക്കാം, ചിലവരാണെങ്കിൽ അവരത് കാണിച്ചെന്ന് വരില്ല. അപ്പൊ ഈ മൂത്ത കുട്ടി എന്ത് ചെയ്യും, ഇളയ കുട്ടിക്ക് അത് കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ മൂത്ത കുട്ടി ചെറുപ്പത്തിലേ ചെയ്ത കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നഖം ചപ്പുന്നത് അല്ലെങ്കിൽ നഖം കടിക്കുന്നത്, അതുപോലെ തന്നെ ബെഡിൽ മൂത്രമൊഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ. ഇപ്പൊ ചെറിയ കുട്ടി ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ മൂത്ത കുട്ടിയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവന് കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ അല്ലെങ്കിൽ പഴയതുപോലുള്ള സ്നേഹം തന്റെ പാരന്റ്സിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചില ചൈൽഡിഷ് ബിഹേവിയർ കുഞ്ഞ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് റിഗ്രഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് നെഗറ്റിവിസം. നെഗറ്റിവിസം എന്താണെന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് എല്ലാ നെഗറ്റീവ് ആയിട്ട് കാണാം. നമ്മളുടെ ചില വ്യക്തികൾ നമ്മുടെ കൂടെയുള്ളത്, ഫാമിലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, ചില വ്യക്തികളുണ്ട്, അവര് എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടേ ചിന്തിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടേ പറയുള്ളൂ. ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവര് ചാലഞ്ചസ് ഒന്നും നേരിടാനായിട്ട് തയ്യാറല്ല. അവർക്ക് സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് ജീവിച്ചു പോകണം. അതിന് ചിലപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടാവാം, പരിഹസിക്കുന്നുണ്ടാവാം. അത് അവരുടെ ഒരു സന്തോഷമായി കാണുന്നു, അല്ലെങ്കിൽ അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് കാണുന്നു. പിന്നെ ഇൻസൾട്ടിങ് ബിഹേവിയർ ആയിരിക്കും, എല്ലാവരെയും കളിയാക്കുന്ന സ്വഭാവം ഉണ്ടാവാം. പിന്നെ എന്ത് പ്രശ്നം വന്നാലും കല്ല് പോലെ നിൽക്കും. ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു എന്ന് വിചാരിക്കാം, അവിടെയുള്ള പല ആളുകളും ആക്സിഡന്റ് നടന്ന സ്പോട്ടിലെത്തുകയും ആ ആക്സിഡന്റിൽ പെട്ട ആളെ രക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് ഒരു കൂസലും ഉണ്ടാവില്ല. ആ സ്പോട്ടിൽ തന്നെ അനങ്ങാതെ നിൽക്കും, അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. വേറൊരു ഉപകാരവും അവരുടെ അടുത്തുനിന്ന് ഉണ്ടാവാറില്ല. ഓക്കെ. ദാറ്റ് ഈസ് നെഗറ്റിവിസം. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? സ്പീഡിലാട്ടോ കുറച്ച് പറഞ്ഞത്, ഇന്നലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ? അപ്പൊ ഞാനിതിന്റെ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കാം. മാം സിമ്പതിസം കൂടെ ഒന്ന് പറയാം. സിമ്പതിസം എന്ന് പറഞ്ഞാല് അതായത് ആളുകളിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റുക. അതായത് ഇപ്പോ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എല്ലാവർക്കും കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ലെ? ഒരു തരത്തിൽ അല്ലെങ്കിൽ പലതരത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ ഒരു വ്യക്തി മാത്രം എപ്പോഴും അയാളുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരെ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അവരിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റി ജീവിക്കുന്നു. ഓക്കെ. ഇവർക്കെന്ന് പറഞ്ഞാല് എപ്പോഴും സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഫിനാൻഷ്യൽ ആവാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലാകാം, ഒക്കെ ഇവർക്ക് ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് എന്ത്, സിമ്പതിസം എന്ന് പറയുന്നത്. ഓക്കെ. 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 അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? ഞാൻ ചെയ്യാം മാം. ഓക്കെ. Good afternoon, everyone.
I'll take this opportunity to say sign out this class. In this class, we discussed about a defense mechanism. And here we discussed about 12 types of defense mechanism: compensation, rationalization, projection, identification, substitution, sublimation, repression, regression, negativism, sympathism, withdrawal, and fantasy or daydreaming. Ashwati ma'am taught us all the defense mechanism very clearly with examples. Thank you, ma'am. So I hope everyone can understand the lesson well. Thank you for your support, ma'am. And thank you all for your coordination. Thank you. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കൂടെ കിട്ടിയതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ച നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാർട്ട് 4 ആണ് എടുക്കുന്നത് കേട്ടോ. പാർട്ട് 4 നമ്മൾ കിടക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.